ഹലോ റീടെക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപേന്ദ്രയെ പറ്റിയാണ്. ആരാണ് ഉപേന്ദ്ര? ഉപേന്ദ്ര കറന്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തൊരു പേരാണ് ഉപേന്ദ്ര. അതിന് കാരണം കൂലി എന്ന സിനിമയാണ്. ഒരു ആക്ടറിനുപരി പുള്ളി ഒരു ഡയറക്ടർ കൂടിയാണ്. ആക്ടറും ഡയറക്ടറും മാത്രമല്ല, പുള്ളി ഒരു സിംഗറും റൈറ്ററും കൂടെയാണ്. ഒരു സകലകലാ വല്ലഭനാണ് ഉപേന്ദ്ര. അദ്ദേഹത്തിന് കൂടുതൽ പോപ്പുലാരിറ്റി ആക്കിയ ഒരു സിനിമയാണ് ഓം. അപ്പൊ അത് ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്തൊരു സിനിമ പറ്റിയാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് മനസ്സിലാക്കുന്നത്? പുള്ളിയുടെ സിനിമയുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം അവരുടെ ഇൻഡസ്ട്രിയെ പറ്റി പറയാം. സാൻഡൽവുഡിനെ ഏറ്റവും ഉയർത്തി നിർത്തിയിരിക്കുന്ന രണ്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഒന്ന് കാന്താരയും KGF. അതിനുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 1980-90 കാലഘട്ടങ്ങളിൽ ആ ഇൻഡസ്ട്രിയെ ഇന്ത്യ മൊത്തം അറിയിച്ച ഒരു നടനും സംവിധായകനുമാണ് ഉപേന്ദ്ര. അതിൽ ഇപ്പൊ ഓമിനെ പറ്റി പറഞ്ഞു. ഓമിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ റീ റിലീസ് ചെയ്ത പടമാണ്. ഏതാണ്ട് 500 തവണയാണ്. അതായത് വേൾഡ് റെക്കോർഡാണ് അത്. ലോകത്തൊരു സിനിമയും 500 വട്ടം റീ റിലീസ് ചെയ്തിട്ടില്ല. അത് ഈ ഓം എന്ന് പറഞ്ഞ സിനിമയാണ്. അത്രയ്ക്കും റിപ്പീറ്റ് വാല്യൂ ഉള്ള പടം കൂടിയാണ് ഓം. അതേ കണക്ക് തന്നെ ആ ഓരോ തവണ റീ റിലീസ് ചെയ്യുമ്പോഴും ആ സിനിമ കാണാൻ ഓഡിയൻസ് ഉണ്ട്. അതെ, അതുകൊണ്ടാണ് അത് റീ റിലീസ് ചെയ്യുന്നത്. ഓമിന്റെ കഥയെന്ന് പറയുന്നത് ഒരു ഗുണ്ടയുടെ കുറച്ചു കൂട്ടം ഗുണ്ടകളുടെ കഥയാണ് ഓം എന്ന ചിത്രത്തിൽ പറയുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാം റിയൽ ഗുണ്ടകളാണ്. അത് ശിവരാജകുമാർ ഗുണ്ടകളല്ല, ശിവരാജകുമാർ അതില് അഭിനയിച്ചിരിക്കുന്ന എല്ലാരും ഗുണ്ടകളാണ്. അതായത് ആ സിനിമ കുറച്ചും കൂടെ ഒരു ഗുണ്ടയുടെ ജീവിതം എങ്ങനെയാന്ന് കുറച്ചുകൂടെ റിയാലിറ്റിയിൽ കാണിച്ചു പോയ ഒരു സിനിമയും കൂടെയാണ് ഈ ഓം എന്ന് പറയുന്ന സിനിമ. പിന്നെ ഉപേന്ദ്രയ്ക്ക് ആ ഒരു സ്റ്റാർ വാലി കിട്ടിയതെന്ന് പറഞ്ഞാൽ ഉപേന്ദ്ര എന്ന് പറഞ്ഞ ഒരു പടം ഉപേന്ദ്ര ഇറക്കി. അതിനെ പുള്ളി തന്നെ സംവിധാനം ചെയ്ത് പുള്ളി തന്നെ അഭിനയിച്ച് പുള്ളി തന്നെ അതിന് പേര് കിട്ടു ഉപേന്ദ്ര. ആ പടത്തിലെ മെയിൻ സംഭവമായിരുന്നു മറ്റേ കണ്ണുകളിട്ട് അത് ഭയങ്കര അത് ഈ കൂലി എന്ന പടത്തിലും റെഫറൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പടത്തിൽ തന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ പടത്തില് ഈ നായകന്മാരെയൊക്കെ എടുത്തിട്ട് ഇടിക്കാറൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ അന്നത്തെ കാലത്ത് നടൻ ചെയ്യാത്ത, അല്ലെങ്കിൽ നടന്റെ ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ആ പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അത് റിവേഴ്സ് ഓർഡറിലാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ അതുവരെ അങ്ങനെ ഒരു പടം റിവേഴ്സ് ഓർഡറിൽ വന്നിട്ടില്ല. നമ്മൾ കാണുന്ന ഇൻട്രോ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സും ക്ലൈമാക്സ് എന്ന് പറഞ്ഞ നായകന്റെ ഇൻട്രോ ആയിരിക്കും. അങ്ങനെ തിരിച്ച്, അതായത് ഒരു സിനിമ എങ്ങനെ പോണോ അതിനെ തിരിച്ചാണ് പുള്ളി അത് എഴുതിയത്. പിന്നെ അതിനെ ഫോളോ ചെയ്ത് വേറെയും കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. തെലുങ്കിലും ഇറങ്ങിയിട്ടുണ്ട്, ഇന്ത്യയിൽ തന്നെ പല ഭാഷകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ IMDb ബെസ്റ്റ് ഡയറക്ടറിന്റെ അതിനകത്ത് അദ്ദേഹത്തിന് 8ാമത്തെ സ്ഥാനമുണ്ട്. IMDbയുടെ ആ ഒരു വേൾഡ് ലോകത്തിലെ 50 മികച്ച സംവിധായകന്മാരുടെ ലിസ്റ്റിൽ, അതായത് ക്രിസ്റ്റഫർ നോളൻ ഉൾപ്പെടുന്ന ആ ലിസ്റ്റില് പുള്ളിക്ക് 8ാം സ്ഥാനമാണ്. അതായത് ഡയറക്ടർമാരുടെ ലിസ്റ്റിൽ പുള്ളി 8ാം സ്ഥാനം. ഇന്ത്യയിൽ പിന്നെ ആ ഒരു 8ന് മുമ്പായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെന്ന് പറഞ്ഞാൽ സത്യജിത് റേയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ലിസ്റ്റില്, ആ വേൾഡ് ലിസ്റ്റിൽ വരുന്നതിൽ ഉപേന്ദ്രയാണ് പിന്നെ ഉള്ളത്. ഈ 2010 ഉപേന്ദ്രയുടെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു, ഐ ലവ് യു എന്നും പറഞ്ഞുള്ള ഒരു പടം. ആ പടത്തിലെ ഏറ്റവും പേര് ഐ ലവ് യു എന്നാണെങ്കിലും അതിലെ നായികയെ എടുത്തിട്ട് ഇടിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതായത് പുള്ളിയുടെ ഒരു ആരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നതൊക്കെ. അതേ കണക്ക് തന്നെ പുള്ളി വഴി വെച്ച് കണ്ട ഒരു പെണ്ണിനെ ഒരു കാട്ടിൽ കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യുന്ന സീൻ പുള്ളിയുടെ സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു ഹീറോ ഇമേജ് ബ്രേക്ക് ചെയ്യുന്നതാണ് പുള്ളി ചെയ്തിരിക്കുന്ന സിനിമകളും അങ്ങനെ. പിന്നെ പുള്ളിയുടെ വേറൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളി പേരിടാതെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് ആരാധകർക്ക് പുള്ളിയെ അവസരം കൊടുത്ത്, ആ പടം കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന പേരിൽ ആ സിനിമയെ നിങ്ങൾക്ക് വിളിക്കാമെന്നുള്ള രീതിയിൽ ആകെ പുള്ളി ചെയ്തത് അതില് ഇങ്ങനൊരു സിമ്പിൾ മാത്രമാണ് കൊടുത്തത്. സൂപ്പർ എന്ന് പറഞ്ഞ സിമ്പിൾ. ആ പടം ഇറങ്ങിയത് സൂപ്പർ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം ഇപ്പൊ ആ പടത്തിനെ സൂപ്പർ എന്നാണ് ആ പടത്തിനെ വിളിക്കുന്നത്. എല്ലാം പുള്ളി ഒരു വ്യത്യസ്തനാണ്. ഓർഡർ ഇല്ലാതെ ഓരോന്നാണ് പുള്ളി ചെയ്തു വെക്കുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ ഈ പുള്ളി ഉപേന്ദ്രയുടെ 2 ഇറക്കിയായിരുന്നു, ഉപ്പി 2 എന്നും പറഞ്ഞൊരു പടം ഇറക്കിയായിരുന്നു. പക്ഷെ ഉപേന്ദ്ര എന്ന് പറയുന്ന ആ പടത്തിന്റെ അത്രയും ആ ഒരു ലെവൽ വന്നില്ലെങ്കിൽ ആ സിനിമ കൊമേഴ്ഷ്യലി അതൊരു ഹിറ്റായിരുന്നു. പിന്നെ അതിനുശേഷം UI എന്നും പറഞ്ഞൊരു പടം ഇറക്കിയായിരുന്നു. അത് ഒരു വലിയ വിജയമൊന്നും ആവാതെ പോയി. പക്ഷെ പുള്ളി അത് പറയുന്നതെന്ന് പറഞ്ഞാൽ, പുള്ളി ആ സിനിമയിൽ പറയുന്ന ഒരു കാര്യം, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, നിങ്ങൾ ആ ഒരു രീതിയിൽ ആ പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. അതൊരു സയന്റിഫിക് ആ ഒരു ഇതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ആ പടം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പടം ഓക്കെ ആവുമെന്നാണ് പുള്ളി അത് തുടക്കത്തിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്.
പിന്നെ പുള്ളി അത് കണക്ക് തന്നെ KGF പോലൊരു പടവും ചെയ്തിട്ടുണ്ടായിരുന്നു. KGF പോലൊരു പടത്തിൽ പുള്ളി ചെയ്ത് അത് ഫ്ലോപ്പായിരുന്നു. പിന്നെ പുള്ളി വേറെ കുറെ സിനിമകളിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ കണ്ടു ഇതായത് മറ്റേ സൺ ഓഫ് സത്യമൂർത്തിയിലെ വില്ലനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ റീസെന്റ് കൂലിക്കകത്ത് വന്നോണ്ടാണ് പുള്ളിയെ പിന്നെ ആൾക്കാർ തിരക്കാനും ആരാണെന്ന്. അത് ഈ കൂലിയില് പുള്ളിക്ക് കിട്ടുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ വെച്ചാണ് ഈ പുള്ളി ആരാണ് എന്ന് വെച്ചാൽ രജനീകാന്തിന്റെ ഒരു നല്ലൊരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് കൊണ്ടുവരുമ്പോ നമ്മൾ തന്നെ ഇത് ആരാണ്, അങ്ങനെയാണ് ഇപ്പം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപേന്ദ്ര ആരാന്ന് സെർച്ച് ചെയ്ത് പോയി നോക്കുന്നത്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഉപേന്ദ്ര ഒരു സകലകല വല്ലവനാണ് എന്ന് മനസ്സിലാവുന്നത്. ഒരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിയുടെ ഓഡിയോ ലോഞ്ചിന് പുള്ളി വന്നിട്ട് ലോകേഷിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലെ ജീനിയസ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ ഭയങ്കര രീതി ചെയ്ത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരാള് പുള്ളി തന്നെയാണ്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, അങ്ങനെ അത് കൊണ്ടുവരിക, സിനിമയെ കൊണ്ടുവരിക, ആ ഇൻഡസ്ട്രിയെ ഉയർത്തുക, അതൊക്കെയാണ് ഉപേന്ദ്ര അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും ഉപേന്ദ്രയുടെ സിനിമകൾ വരാം. ഇനിയും വ്യത്യസ്തമായിട്ടുള്ള അവതരണ രീതിയുമായി ഉപേന്ദ്ര സിനിമകൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. താങ്ക് യു.